വേഷങ്ങളുടെ വൈവിധ്യം കൊണ്ടും പ്രകടനങ്ങളിലെ മികവ് കൊണ്ടും വിസ്മയിപ്പിക്കുകയാണ് സമീപകാല സിനിമയിൽ മമ്മൂട്ടി. ഇപ്പോഴിതാ നാഷണൽ അവാർഡും സ്റ്റേറ്റ് അവാർഡും പ്രഖ്യാപിക്കുമ്പോൾ മമ്മൂട്ടി മികച്ച നടനാകുമോ എന്നാണ് മലയാളികൾ ഉറ്റുനോക്കുന്നത്. ഇത്തവണത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച നടനുള്ള കാറ്റഗറിയിൽ ശക്തമായ മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത്. മലയാളത്തിൽ നിന്ന് മമ്മൂട്ടിയാണ് മികച്ച നടനുള്ള പോരാട്ടത്തിൽ ഫൈനൽ റൗണ്ടിൽ പ്രവേശിച്ചത്. തെന്നിന്ത്യൻ താരം ഋഷഭ് ഷെട്ടിയാണ് മമ്മൂട്ടിയുടെ എതിരാളി. കാന്താരയിലെ അഭിനയത്തിനാണ് ഋഷഭ് ഷെട്ടിയെ പരിഗണിക്കുന്നത്. അതേസമയം നൻപകൽ നേരത്ത് മയക്കം, പുഴു, റോഷാക്ക് എന്നീ സിനിമകളുടെ പ്രകടനമാണ് മമ്മൂട്ടിയെ ദേശീയ അവാർഡിന്റെ ഫൈനൽ റൗണ്ടിലേക്ക് എത്തിച്ചത്. 3 വ്യത്യസ്ത കഥാപാത്രങ്ങൾ ആണെന്നുള്ളതുകൊണ്ട് മമ്മൂട്ടിക്കൊരു മേൽക്കൈ ഇത് നൽകുന്നുണ്ട്. മാത്രമല്ല, നൻപകൽ നേരത്ത് മയക്കത്തിലെ അഭിനയത്തിന് ആ വർഷത്തെ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡും മമ്മൂട്ടിക്ക് സ്വന്തമായിരുന്നു. ഒരു തവണ കൂടി മികച്ച നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ചാൽ മമ്മൂട്ടിയുടെ ദേശീയ പുരസ്കാരങ്ങളുടെ എണ്ണം 4 ആകും. ഒക്ടോബറിലായിരിക്കും പുരസ്കാര വിതരണം. അതേസമയം മികച്ച സിനിമകളുടെ പട്ടികയിൽ ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത നൻപകൽ നേരത്ത് മയക്കവും ഉണ്ടെന്നാണ് വിവരങ്ങൾ. മമ്മൂട്ടി കമ്പനി തന്നെയാണ് ഈ ചിത്രം നിർമ്മിച്ചിട്ടുള്ളത്. ദേശീയ അവാർഡ് മത്സരത്തിന് ഋഷഭ് ഷെട്ടിയാണെങ്കിൽ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിനായി പൃഥ്വിരാജാണ് മമ്മൂട്ടിയുടെ ശക്തനായ എതിരാളി. അവാർഡിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ് മമ്മൂട്ടിയും പൃഥ്വിരാജും. കഴിഞ്ഞ വർഷത്തെ മികച്ച സംസ്ഥാന ചലച്ചിത്ര അവാർഡിനായി മത്സരിക്കുന്ന 160 സിനിമകളിൽ 84 എണ്ണം പുതുമുഖ സംവിധായകരുടേതാണ് എന്നതും ശ്രദ്ധേയമാണ്. പുതുമുഖ നടന്മാരും മികച്ച നടനുള്ള മത്സര രംഗത്തുണ്ട്. ഈ മാസം 20-നുള്ളിൽ അവാർഡ് പ്രഖ്യാപിക്കാനായിരുന്നു ചലച്ചിത്ര അക്കാദമിയുടെ തീരുമാനം. സൂപ്പർ സ്റ്റാറുകളുടെ ചിത്രങ്ങൾ കുറവുള്ള ഇത്തവണ മമ്മൂട്ടിയുടെ 2 സിനിമകളും മോഹൻലാലിന്റെ 1 സിനിമയുമാണുള്ളത്. ജിയോ ബേബി സംവിധാനം ചെയ്ത കാതൽ ദി കോർ, റോബി വർഗീസ് രാജിന്റെ കണ്ണൂർ സ്ക്വാഡ് എന്നിവയാണ് മമ്മൂട്ടിയുടെ ചിത്രങ്ങൾ. കാതൽ ദി കോറിലെ വിസ്മയിപ്പിക്കുന്ന അഭിനയ പ്രകടനമാണ് മമ്മൂട്ടിക്ക് 10ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിക്കൊടുക്കുമെന്ന പ്രതീക്ഷ നൽകുന്നത്. ബ്ലെസ്സിയുടെ സംവിധാനത്തിലൊരുങ്ങിയ ആടുജീവിതത്തിലെ പ്രകടനമാണ് പൃഥ്വിരാജിനെ മത്സരത്തിന്റെ മുൻനിരയിലെത്തിച്ചത്. ജിത്തു ജോസഫിന്റെ കോർട്ട് റൂം ഡ്രാമയായ നേരാണ് മോഹൻലാലിന്റെ മത്സര ചിത്രം. ഒപ്പം ദുൽഖർ സൽമാന്റെ കിങ് ഓഫ് കൊത്ത, ദിലീപിന്റെ വോയിസ് ഓഫ് സത്യനാഥൻ, ഉർവശിയും പാർവതി തിരുവോത്തും മത്സരിച്ച് അഭിനയിച്ച ഉള്ളൊഴുക്ക് എന്നിവയും സംസ്ഥാന ചലച്ചിത്ര അവാർഡിനായി മത്സര രംഗത്തുണ്ട്. ജൂറിയുടെ ആദ്യഘട്ട അവാർഡ് നിർണയ നടപടികൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. മത്സരത്തിനുള്ള ആകെ സിനിമകളിൽ നിന്നും 30% രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നത്. 2 പ്രാഥമിക സമിതികൾ 80 സിനിമകൾ വീതം കണ്ടു തീരുമാനിക്കുന്ന 30ഓളം സിനിമകൾ അന്തിമ ജൂറി വിലയിരുത്തിയാണ് അവാർഡ് പ്രഖ്യാപിക്കുന്നത്. എന്തായാലും സംസ്ഥാന അവാർഡോ അല്ലെങ്കിൽ ദേശീയ അവാർഡോ ഇത്തവണ മമ്മൂക്ക തന്നെ തൂക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷകൾ. ഇത്തവണ മാത്രമല്ല, വരും വർഷത്തേക്കുള്ളതും മമ്മൂട്ടിയുടെ കയ്യിൽ ഭദ്രമാണ്.